എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഫിഫ വേൾഡ് കപ്പ് 2026. നമുക്ക് എല്ലാവർക്കും അറിയാം 3 രാജ്യങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. USA, കാനഡ, മെക്സിക്കോ, 3 അയൽ രാജ്യങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നടക്കുന്നതും സെമി ഫൈനല്, ഫൈനലൊക്കെ നടക്കുന്നത് അമേരിക്ക തന്നെയാണ്. ഇപ്പൊ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ വരെ എത്തി നിൽക്കുകയാണ് ഫിഫ വേൾഡ് കപ്പ് 2026 എന്ന് പറയുന്നത്. അതിൽ തന്നെ 2 മത്സരങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു. ആദ്യത്തെ മത്സരത്തിൽ കാനഡ മൊറോക്കോ മത്സരത്തിൽ മൊറോക്കോ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ആതിഥേയരായ കാനഡയെ കീഴ്പ്പെടുത്തി ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. രണ്ടാമത്തെ മത്സരത്തിലാകട്ടെ പരാഗ്വെ ഫ്രാൻസ് മത്സരത്തിൽ ഫ്രാൻസ് 1 ഗോളിന് പരാഗ്വെ തോൽപ്പിച്ചുകൊണ്ട് ക്വാർട്ടറിലേക്ക് യോഗ്യത നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരങ്ങൾ എന്ന് പറയുന്നത് ബ്രസീൽ, നോർവേ, അതേപോലെ തന്നെ മെക്സിക്കോ, ഇംഗ്ലണ്ട് മത്സരങ്ങളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടും മത്സരങ്ങളുണ്ട്. അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും കളികളുടെ ആ ഒരു അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ടീം എന്ന് പറയുന്നത് തീർച്ചയായും ഫ്രാൻസ് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. അവരുടെ ആ ഒരു 3 അറ്റാക്കിംഗ് ട്രയോ, ഉസ്മാൻ ഡെമ്പലെ, ഒലീസെ, എംബാപ്പെ എന്ന് പറയുന്ന ആ ഒരു 3 പേരെ പിടിക്കാതെ ഒരു ടീമിനും വിജയം സുനിശ്ചിതമല്ല. അത് നമ്മൾ ഫ്രാൻസിന്റെ ഓരോ കളിയിലും കണ്ടതാണ്. അതിൽ തന്നെ എംബാപ്പെ മിന്നുന്ന ഫോമിലാണ്. ഏറ്റവും കൂടുതൽ ഗോളുകളുമായിട്ട് അദ്ദേഹം ടോപ്പ് സ്കോറർ പട്ടികയിൽ മെസ്സിയുടെ കൂടെ തന്നെയുണ്ട്. പക്ഷെ 2 അസിസ്റ്റുകളുണ്ട്. അദ്ദേഹം തന്നെയാണ് മുൻപന്തിയിൽ. പക്ഷെ മെസ്സിക്ക് ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ മെസ്സി ഒരു മത്സരം കുറച്ചേ കളിച്ചിട്ടുള്ളൂ. തീർച്ചയായും ചാമ്പ്യന്മാരായ അർജന്റീന വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ കളിക്കുന്നത്, ഒരു പ്രഷറും ഇല്ലാതെ. കഴിഞ്ഞ കളിയിൽ കുറച്ച് അല്പം ക്ഷീണിച്ചെങ്കിൽ പോലും വളരെ ആത്മവിശ്വാസത്തോടെ കളിക്കുന്ന ഒരു ടീമാണ് അർജന്റീന എന്ന് പറയുന്നത്. കേപ്പ് വെർദെയുമായ മത്സരത്തിൽ കേപ്പ് വെർദെ മികച്ചൊരു മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത്. ആ ഒരു വിജയം എനിക്ക് തോന്നുന്നത് അർജന്റീനയ്ക്ക് ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. അവരുടെ പാളിച്ചകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത കളിയിൽ അത് പരിഹരിക്കാൻ കൂടെ അവർക്ക് കുറച്ചുകൂടെ സഹായിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ബ്രസീലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്രസീൽ മികച്ചൊരു ടീമാണ്. അഞ്ചലോട്ടിയുടെ കിടിലൻ തന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ പയറ്റുന്നുണ്ട്. ബ്രസീലിനും തീർച്ചയായും നല്ലൊരു സാധ്യത കൽപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോർച്ചുഗൽ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ജേഴ്സികൾ വിറ്റുപോയത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസത്തിന്റെയാണ്. അപ്പൊ അദ്ദേഹത്തിന് പോർച്ചുഗലിന് നമുക്ക് എഴുതി തള്ളാനാവില്ല. വളരെ മികച്ചൊരു ടീമാണ് പോർച്ചുഗലിലും ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. അത് അവർ എത്രത്തോളം വിനിയോഗിക്കുന്നുള്ള ഇതുപോലെ ഇരിക്കും. അവർ ഫൈനലിൽ എത്തുമോ, സെമിയിൽ പോകുമോ, ക്വാർട്ടറിൽ പോകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അതുപോലെ തന്നെയാണ് ബെൽജിയം ആണെങ്കിലും കറുത്ത കുതിരകൾ എന്നറിയപ്പെടുന്ന ബെൽജിയം എല്ലാ കാലത്തും ഞെട്ടിച്ചിട്ടുണ്ട്. റെഡ് ഡെവിൾസ് എന്ന് ഇരട്ട നാമത്തിൽ അറിയപ്പെടുന്ന ബെൽജിയം മികച്ചൊരു ടീം തന്നെയാണ്. നോർവേ നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. ഹാലൻഡ് ഉണ്ട്, ഒഡീഗാർഡ് ഉണ്ട്, നല്ലൊരു താരനിര തന്നെ നോർവേക്കും ഉണ്ട്. ഇംഗ്ലണ്ട് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാം കിടലം പ്ലേയേഴ്സ് ആണ്. പക്ഷെ നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ലോകകപ്പുകളിൽ അവർ ഫൈനലിലും അല്ലെങ്കിൽ ചാമ്പ്യന്മാരൊക്കെ ആവാതെ പുറത്തായിട്ടുള്ളത്. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ആരായിരിക്കും ഈ വേൾഡ് കപ്പ് നേടുക? ആരായിരിക്കും ടോപ്പ് സ്കോറർ ആവുക? മികച്ച താരത്തിലുള്ള ഗോൾഡൻ ബോൾ കരസ്ഥമാക്കാൻ പോകുന്നത് ആരായിരിക്കും എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക.